നിങ്ങൾ പറയാനാണ് കേസ് മെൻഡർ ഈ ഒരു ലൈവായിട്ട് വന്നിരിക്കുന്നത്. ഫസ്റ്റ് തിങ്, ഈ ഒരു അറിയിപ്പിൽ PSC പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയെന്ന് തന്നെയാണ്. ഇവിടെ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, വിജ്ഞാപനം മാർച്ച് 7 വരും. ഇന്നിപ്പോൾ ഫെബ്രുവരി 26 അല്ലേ? അപ്പോൾ 1-2 ആഴ്ചയ്ക്കുള്ളിൽ വിജ്ഞാപനം വരാൻ പോവുകയാണ്. ആൻഡ് റാങ്ക് ലിസ്റ്റ് ഫെബ്രുവരി 16, 2026 വരും. അതായത് ഒരു കൊല്ലത്തിനുള്ളിൽ നിങ്ങൾക്ക് KS ഉദ്യോഗസ്ഥർ ആവാനുള്ള ഒരു അവസരമാണ് PSC തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ അറിയിപ്പാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇനി PSC ഈ എക്സാമിനെ കുറിച്ചുള്ള ചില നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ തന്നെ ചെയ്ത് തന്നിട്ടുണ്ട് നോട്ടിഫിക്കേഷനിൽ. ഒന്ന്, പ്രിലിമിനറി പരീക്ഷ എങ്ങനെ, മെയിൻസ് പരീക്ഷ എങ്ങനെ, സിലബസ് എങ്ങനെ, ആൻഡ് ഫൈനലി ഇതൊക്കെ നടക്കുന്ന ഡേറ്റുകൾ എന്താണ്, വിത്ത് ഡേറ്റ്. വളരെ എന്താ പറയുക, PSCയെ നമ്മൾ അഭിനന്ദിക്കാത്ത രീതിയിലുള്ള ഒരു അറിയിപ്പാണ് ഇന്ന് തന്നിരിക്കുന്നത്. ഫസ്റ്റ് തിങ്, മാർച്ച് 7 നോട്ടിഫിക്കേഷൻ വന്ന ശേഷം പ്രാഥമിക പരീക്ഷയും അന്തിമ പരീക്ഷയും അഭിമുഖം പൂർത്തിയാക്കി ഫെബ്രുവരി 16, 2026 റാങ്ക് ലിസ്റ്റ് വരും. ആൻഡ് KS പരീക്ഷ പ്രിലിമിനറി ഘട്ടം ഒറ്റഘട്ടമായി 100 മാർക്ക് വീതമുള്ള 2 പേപ്പറുകൾ, കഴിഞ്ഞ KS പരീക്ഷയുടെ അതേ ഫോർമാറ്റ് 100 മാർക്കുള്ള 2 പേപ്പറുകൾ, മൊത്തം 200 മാർക്ക് എന്ത് നടക്കും, പ്രിലിമിനറി എക്സാം നടക്കും. അതെന്നാ 2025 ജൂൺ 14. ഡേറ്റ് ഇപ്പോൾ തന്നെ കലണ്ടറിൽ മാർക്ക് ചെയ്ത് വെച്ചോ. നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആകാൻ പോകുന്ന, KS എഴുതണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻ്റ് ഡേറ്റ് ആയിട്ട് അത് മാറാൻ പോവുകയാണ്. ആൻഡ് 100 മാർക്ക് വീതമുള്ള 3 പേപ്പർ, നമ്മൾ കഴിഞ്ഞ KSൽ കണ്ട അതേ ഫോർമാറ്റ് അടങ്ങിയ അന്തിമ വിവരാത്മക പരീക്ഷ, അതായത് ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ തന്നെയാണ് ഇത്തവണയും മെയിൻസിനുണ്ടായിരുന്നത്. അപ്പോൾ ആ സ്പെക്കുലേഷൻസ് എല്ലാം അവസാനിപ്പിക്കാം. LSCS ഒന്നും പോലെ ഡിസ്ക്രിപ്റ്റീവ് അല്ലാത്ത എക്സാം അല്ല. KSന് എന്ത് തന്നെയാണ്, കഴിഞ്ഞ KS ഫോർമാറ്റിലുള്ള UPSC ഫോർമാറ്റിലുള്ള ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ തന്നെയാണ്. എന്നാൽ പരീക്ഷ നടക്കുന്ന ഒക്ടോബർ 17, 18. ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലോട്ട് വന്ന് കാണും, നമ്മുടെ ഇപ്പോൾ നടക്കുന്ന പ്രധാനപ്പെട്ട ഡിഗ്രി തല പരീക്ഷകളായ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, SA തുടങ്ങിയ പരീക്ഷകളുടെ ഡേറ്റുമായി ഏകദേശം ഒരുപോലെ വരുന്ന ഒരു പരീക്ഷയായിരിക്കും എന്ത്, KS പരീക്ഷയും. അപ്പോൾ ഒരുമിച്ച് പ്രിപ്പറേഷൻ നടത്തണം എന്നുള്ള കുട്ടികളും ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. നിങ്ങളുടെ രണ്ടിൻ്റെയും പ്രിലിംസും മെയിൻസും ഒക്കെ ഏകദേശം ഒരു സമയത്തായിരിക്കും. വൃത്തിക്ക് ഫോക്കസ് കൊടുക്കേണ്ട കാര്യങ്ങളിൽ ഫോക്കസ് കൊടുത്തില്ലെങ്കിൽ രണ്ടും കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥയുണ്ടാവും. അതുണ്ടാവരുത്. അതെങ്ങനെ സ്മാർട്ടായിട്ട് പഠിക്കുക എന്നെല്ലാം നമ്മൾ വരുന്ന ദിവസങ്ങളിൽ നിങ്ങളെ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ. ദെൻ 2026 ജനുവരിയിൽ അഭിമുഖം പൂർത്തിയാക്കി ഫെബ്രുവരി 16 റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിക്കും. അപ്പോൾ ജനുവരിയിലാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കാൻ പോകുന്നത്, പേഴ്സണാലിറ്റി ടെസ്റ്റ് നടക്കാൻ പോകുന്നത്. ആൻഡ് ഇൻ്റർവ്യൂ എന്നാണ്, ആൻഡ് റാങ്ക് ലിസ്റ്റ് എന്ന നമ്മൾ പറഞ്ഞ പോലെ ഫെബ്രുവരി 16. ദെൻ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ, പ്രാഥമിക പരീക്ഷയും അന്തിമ പരീക്ഷയുടെയും സിലബസ് വിജ്ഞാപനം, അതായത് മാർച്ച് 7 വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം, അന്നായിരിക്കും പറയുക. പക്ഷേ ഒരു ഏറ്റവും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സൂചന ഇവിടെയുണ്ട്. എന്താണ്, കഴിഞ്ഞ തവണത്തെ KS തിരഞ്ഞെടുപ്പിൻ്റെ സിലബസ് ആണ് പ്രാഥമിക അന്തിമ പരീക്ഷകൾക്ക് തീരുമാനിച്ചിട്ടുള്ളത്. പോരെ, നമുക്ക് ഈ ലൈവ് കഴിഞ്ഞ അടുത്ത മിനിറ്റിൽ, അടുത്ത സെക്കൻഡിൽ പഠിച്ചു തുടങ്ങാനുള്ള ഇൻഫർമേഷനാണത്. എന്താ, കഴിഞ്ഞ KSൻ്റെ അതേ സിലബസ് ആയിരിക്കും, അല്ലെങ്കിൽ അതേ സിലബസ് തന്നെയായിരിക്കും ഇത്തവണ എന്ത് ചെയ്യുന്ന KS എക്സാമിന് വരാൻ പോകുന്നത്. അതായത് കഴിഞ്ഞ എക്സാമിൽ ആ സിലബസ് കൈകാര്യം ചെയ്ത് ആ സിലബസിൽ റാങ്ക് ലിസ്റ്റ് സൃഷ്ടിച്ച ആൾക്കാരെ മാത്രമേ വിശ്വസിക്കാൻ പാടൂ എന്ന് ഇൻഡയറക്ട്ലി നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. പിന്നെന്താ, പ്രാഥമിക പരീക്ഷയും അന്തിമ പരീക്ഷയും ഇംഗ്ലീഷ് ചോദ്യത്തോടൊപ്പം മലയാളത്തിലും ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് തമിഴ്, കന്നഡ ഭാഷകൾ അവൈലബിൾ ആയിരിക്കും. ആൻഡ് മാത്രമല്ല അതേ ഭാഷകളിൽ എഴുതാനും കഴിയുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ഡൗട്ടും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എന്താണ്, ഇതോടൊപ്പം തന്നെ നിങ്ങളുടെ മലയാളത്തിൽ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള അവസരം കൂടെ ഉണ്ട്. ഇനി 5 മാർക്ക് 3 മാർക്ക് ഫോർമാറ്റ് മാറുമോ, ഡിസ്ക്രിപ്റ്റീവ് ഏത് രീതിയിലായിരിക്കും, എല്ലാം നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്കറിയും. പക്ഷേ സിലബസിനെ കുറിച്ച് ധാരണയായി, മെയിൻ സിലബസിൻ്റെ ഫോർമാറ്റിനെ കുറിച്ച് ധാരണയായി, അപ്പോൾ പഠിച്ചു തുടങ്ങുക എന്നുള്ളത് മാത്രമാണ് ചെയ്യേണ്ടത്. ഇനി അധികം സമയമൊന്നുമില്ല. ഇന്നിപ്പോൾ എന്തായി, ഫെബ്രുവരി 26 മാർച്ച് 7 നോട്ടിഫിക്കേഷനായി, ജൂണിൽ പരീക്ഷയായി. KSൻ്റെ സിലബസ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കണ്ടിട്ടില്ലേ? ഇത് കഴിഞ്ഞ ഉടനെ PSCയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞ കൊല്ലത്തെ KS സിലബസ് ഒന്ന് എടുത്ത് നോക്കുക. അല്ലെങ്കിൽ ആ സിലബസ് എക്സ്പ്ലനേഷൻ ഒരു വീഡിയോ ഞാൻ തന്നെ ചാനലിൽ 2 ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് എടുത്ത് കാണാം. നമ്മൾ ഈ വീഡിയോയുടെ കൂട്ടത്തിൽ പിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്രമാത്രം ആ സിലബസിനകത്ത് പഠിക്കാനുണ്ടെന്നും അത് എങ്ങനെ ബാക്കി സെക്രട്ടേറിയറ്റ് പോലുള്ള പരീക്ഷകളുടെ കൂട്ടത്തിൽ പഠിക്കാം എന്നുള്ള കാര്യം. ഓക്കെ. അപ്പോൾ അതുകൂടെ മനസ്സിൽ വെച്ചുകൊണ്ട് 3 മാസം സമയമുണ്ട്. എനിക്കത് ആരെങ്കിലുമൊക്കെ വിശ്വസിച്ച് പഠിച്ചു കളയാനുള്ളതല്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ അത്രമാത്രം എഫേർട്ട് ഇടാൻ തയ്യാറാണെങ്കിൽ കഴിഞ്ഞ തവണത്തെ KSൽ ഈ കാണുന്ന രീതിയിൽ 105-ൽ 73 എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 70-75% റിസൾട്ട് ഉണ്ടാക്കിയ KS മെൻഡർ എന്നുള്ളൊരു സ്ഥാപനം ഇവിടെ നിങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായും നമ്മളെ ട്രസ്റ്റ് ചെയ്യാം. അത് നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ പ്രിലിംസ് മുതൽ അങ്ങ് ഇൻ്റർവ്യൂ കഴിയുന്നവരെയുള്ള മുഴുവൻ കാര്യങ്ങളും നോക്കത്തക്ക രീതിയിലുള്ള എല്ലാ റിസോഴ്സും കഴിഞ്ഞ ഒരു 4 കൊല്ലത്തെ ഡിഗ്രി തല പരീക്ഷകളിൽ ഒരു വേറെ ആർക്കും അവകാശപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാക്കിയ
ഒരു ഓർഗനൈസേഷൻ മെമ്മറിയും വെച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾക്ക് KS മെൻറ്ററിനെ ട്രസ്റ്റ് ചെയ്യാം, ഇവിടെ വരാം. നമ്മളെല്ലാം റെഡി ആയിട്ട് നമ്മുടെ ഒരു ബാച്ച് മാർച്ച് 17 സ്റ്റാർട്ട് ചെയ്യാണ്. കുട്ടികൾ അഡ്മിഷൻ എടുത്ത് തുടങ്ങി. നേരത്തെ തന്നെ നിങ്ങളുടെ മുന്നിൽ ഇനി 3 മാസം സമയമുള്ളൂ. നാളെയെങ്കിൽ നാളെ അഡ്മിഷൻ എടുത്ത് പഠിച്ചു തുടങ്ങാം. നമ്മൾ തുടങ്ങിയിരിക്കുകയാണ് ബാച്ചസ്. ഇനി ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് അറിവ് നിങ്ങൾക്ക് വേണമെന്ന് എനിക്കറിയാം. അതിനുവേണ്ടി നമ്മൾ KS ഒരു തീരുമാനം വന്ന സ്ഥിതിക്ക് അത് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു വെബിനാർ ഈ വരുന്ന മാർച്ച് 7 അല്ലെങ്കിൽ ഈ വരുന്ന അടുത്ത ആഴ്ച വെള്ളിയാഴ്ച തന്നെ നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നുണ്ട്. മാർച്ച് 7 മുമ്പ് തന്നെ ഒരു വെബിനാറായിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നുണ്ട്. സോ മറക്കരുത്, ആ വെബിനാറോട് അറ്റൻഡ് ചെയ്യുക. വെബിനാറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഈ വീഡിയോയുടെ കൂട്ടത്തിലും അതിനെ തുടർന്ന് ഇനി വരുന്ന അത് മാത്രം പറഞ്ഞുകൊണ്ടുള്ള വീഡിയോകളിൽ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ കാണാം. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, അധികം സമയം കയ്യിലില്ല. പഠിച്ചു തുടങ്ങുക, സ്മാർട്ടായിട്ട് പഠിച്ചു തുടങ്ങുക, സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വെച്ചുകൊണ്ട് മാത്രം പഠിച്ചു തുടങ്ങുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമുക്ക് KS മാത്രം ഓറിയൻറ്റഡ് ആയ വീഡിയോസ് ഇനി വരുന്നുണ്ടാവും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം നിൽക്കുക, ടെലിഗ്രാം ചാനലിൽ വരിക, മറക്കരുത്. ഓക്കെ, സോ